ഹലോ, എല്ലാവർക്കും അരിനന്ദൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ടൂർ പോയ വീഡിയോ ആണ് കേട്ടോ ഒന്നുള്ളത്. വയനാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ 7 മണി 7:15 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ബസ്സിൽ കയറിയത്. ഒരു ചെറിയ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ വണ്ടിയിൽ ഇരുന്ന് ഏകദേശം ചുരം കയറാനൊക്കെ തുടങ്ങാനായപ്പം കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുരത്തിൽ കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളിതാ നേരെ പോയി ഏകദേശം വൈത്തിരിയൊക്കെ എത്താറായിട്ടോ. രാവിലെ നേരത്തെ തന്നെ പോകുന്നത് കൊണ്ട് ഞങ്ങൾ രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അത് അവിടെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോയത്. അങ്ങനെ ചുരമൊക്കെ കയറി ഞങ്ങൾ മേലെ എത്തി, എന്നൂരൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് അട്ടേൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മേലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ രാവിലെ കൊണ്ടുപോയി ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് അതിന് ശേഷം എന്നൂരിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് അവിടേക്കുള്ള നല്ല തിരക്കാണ്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ മേലേക്ക് കയറാനുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ മേലേക്ക് എത്താൻ കഴിയുള്ളൂ, വണ്ടി ഫ്രീ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അവിടെ കയറിയിട്ടില്ലേ. അങ്ങനെ തിരിച്ച് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കാരാപ്പുഴ ഡാമിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട്. ഞങ്ങൾ കുടയൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനത്തെ റൈഡിങ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ പിള്ളേർക്കൊക്കെ കയറാൻ പേടിയായിട്ട് ആരും കയറിയില്ലേ. പിന്നെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഡാമിൻ്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ നേരെ ഞങ്ങൾ നടന്ന് ഡാമിൻ്റെ ഏകദേശം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഡാമിൻ്റെ ഒരു വശത്തേക്ക് മാത്രമേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നതിനുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുടയെ നിർത്തിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു റൈഡ് ഉണ്ടല്ലോ, അതിൽ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാവരും മക്കൾ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിലെല്ലാവരും പിള്ളേരും അഞ്ചും കല്ലും മക്കളും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ താഴോട്ടൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. കാരാപ്പുഴ ഡാം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുല്ലുകൊണ്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. സീനിയ പോലെയുള്ള പൂക്കളാണ് അധികം കാണുന്നത്. പിന്നെ റോസാ ചെടി കുറേ ഉണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാവരും. അവിടെയൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. രഞ്ജിത്തേട്ടൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കൈ കൊണ്ടൊക്കെ കാണിക്കുക, ടാറ്റ കൊടുത്തൊക്കെ പോവുകയാണേ. അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ സൈഡിൽ. പിന്നെ കുറേ ദൂരം പോയതിൻ്റെ ശേഷം എടയ്ക്കൽ കേവ്സൊക്കെ എത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അവിടെ ഒരു സ്ഥലത്തൊക്കെ നിർത്തിയതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അതും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എടയ്ക്കൽ കേവ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. തുടക്കത്തിൽ എല്ലാവരും കൂടിയാണ് കേട്ടോ കയറാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ ദൂരം എത്തിയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി കേട്ടോ. അപ്പം മേലേക്ക് കയറുമ്പോൾ കാലുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പം കുറച്ച് ആൾക്കാർ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അമ്മ പക്ഷേ കുറച്ചും കൂടി കയറാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ തന്നെ കുറേ ദൂരം കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മേലേക്ക് എത്തിയപ്പം പിന്നെ അമ്മ അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ കുറച്ച് നേരം ഇരുന്നേ. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് രഞ്ജിത്തേട്ടൻ ഇവിടേക്ക് തന്നെ കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ടോ. അമ്മേനെ വണ്ടിയിലേക്ക് തന്നെ കൊണ്ടുപോയി ആക്കി കൊടുത്തേ. പിന്നെയും അത്രയും തന്നെ ദൂരം കയറാനുണ്ട് എന്നാണ് കേട്ടോ പറയണത്. ഈ സ്ഥലം എത്തിയപ്പോഴാണ് കേട്ടോ അമ്മ തിരിച്ച് പോയത്. അത് കഴിഞ്ഞ് അമ്മേനൊക്കെ അവിടെ വണ്ടിയിലാക്കി കൊടുത്തതിന് ശേഷം അഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. ബാക്കിയുള്ളവരൊക്കെ മേലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അമ്മയ്ക്ക് കയറാൻ കഴിയാഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എടുക്കണേ. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നേ കയറിയ ടീം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്.
അങ്ങനെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. നല്ല രണ്ട് സൈഡും നല്ല കാടായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. മേലെന്ന് വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സിംഹവാലൻ കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അത് അവിടെയുള്ള ഷോപ്പുകളുടെ മേലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ചാടി കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മേലേക്കൊക്കെ കയറി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചൊക്കെ അതങ്ങനെ മോണിഷ്യൊക്കെ കയറുകയാണേ. ഏകദേശം ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ കാറ് വെച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മേലേക്ക് കയറി ഏകദേശം മേലെ എത്തിയപ്പം പേരാച്ചി മഴ പെയ്ത് തുടങ്ങി. വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എടക്കൽ ഗുഹയിൽ എല്ലാവരും ഒന്ന് വരണം കേട്ടോ. ഇതൊരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലമാണേ. ഇവിടെ നല്ല മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളേ. ഞങ്ങൾ പണ്ട് മൂകാംബികയിൽ പോയപ്പോൾ കുടജാദ്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതേ ഒരു വൈബാണ് കേട്ടോ നമുക്ക് മനസ്സിലേക്ക് അപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളിവിടെ എത്തിയപ്പം ഏകദേശം ഈ കാടും കയറ്റും ഒക്കെ കൂടി മനസ്സിലേക്ക് വന്നത് അവിടെ പോയതിൻ്റെ ഒരു ഓർമ്മകളാണ്. അങ്ങനെ ഏകദേശം മേലേക്ക് കാണുന്ന ആ കമ്പി കെട്ടി അവിടെയാണ് കേട്ടോ നമുക്ക് എത്താനുള്ളത്. അങ്ങനെ കയറി മേലേക്ക് നമ്മളങ്ങനെ മുകളിലെത്തിയപ്പം നല്ല മഴ കോരി ചൊരിയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും മേലേക്കൊക്കെ ആൾക്കാരോട് മേലേക്ക് കയറാൻ പറഞ്ഞിട്ട് അവിടെ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള ഗുഹ. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ല പാറ. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേലേക്ക് അതിൻ്റെ ശേഷം അതിൻ്റെ മേലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നല്ല മഴയായപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നന്ന മേലേക്കുള്ളേക്ക് കയറുകയാണ്. ഇവിടെ ചുമരിലൊക്കെ എന്താ കൊത്തുപണികൾ പോലെ പണ്ടത്തെ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബുക്കിലൊക്കെ വായിച്ചിട്ടുള്ള അതാ രഞ്ജിത്തേട്ടൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താണ്. അതിൻ്റെ പിറകിലൊക്കെ ഉണ്ട് കേട്ടോ കാണുന്നത് കൊത്തുപണികൾ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഫുള്ള് നനഞ്ഞ് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇതാ താഴേക്ക് എത്തിയിട്ടോ. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടോ. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ, തിരിച്ച് പോവുകയാണ്. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കയറുന്ന ഒരു എൻട്രൻസിൻ്റെ ഇവിടെ എന്തൊക്കെയോ ഒരു ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിലൊക്കെ കയറി. എല്ലാവരും നനഞ്ഞതിനെ കൊണ്ട് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആരവ്, നമ്മളെ മോനിഷേൻ്റെ മോനാണ്. അവനൊരു ബൈയൊക്കെ പറയുകയാണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ എല്ലാവരും ഒക്കെ ഉണങ്ങാനൊക്കെ കാത്തുന്നതിന് ശേഷം വീണ്ടും യാത്ര പോവുകയാണ്. റോഡിൻ്റെ രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. ഇനി നമ്മൾ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നും കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങും ആൾക്കാരും ഈ ബെയിലി പാലമൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് നമുക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നും കേട്ടോ. ഈ സ്കൂളും അവിടുത്തെ ഈ ആൾക്കാരെയൊക്കെ നമ്മൾ പത്രത്തിലും വീഡിയോയിലും ഒക്കെ കണ്ട സ്ഥലങ്ങൾ നേരിട്ട് കാണുമ്പോൾ അവിടുത്തെ ഈ ആളുകളെ നഷ്ടപ്പെട്ടതും ഒക്കെ ഓർക്കുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം വരും കേട്ടോ. ഈ പുഴയിൽ ഏകദേശം കുറച്ചേച്ച് വെള്ളം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ മണ്ണിൻ്റെ അടിയിലായതും കുറേ കല്ലുകളും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കണം കേട്ടോ. ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് വരുമ്പം ഗാന്ധിഗ്രാമിൻ്റെ ഒരു ഷോപ്പിലൊക്കെ കയറി കയ്യിലൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്നൊക്കെ കഴിച്ച് എല്ലാവരും കൂടി പിരിഞ്ഞേ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.